കറക്കിയെടുത്ത് ഇപ്പം നമ്മൾ നോക്കാൻ പോണത് 2000 മോഡൽ വെസ്പയാണ്. വെസ്പ എന്തുകൊണ്ടാണ് ഈ വണ്ടി കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഈ വണ്ടി കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഒരു 25 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ്. 25 കൊല്ലം കഴിഞ്ഞിട്ട് വണ്ടിയുടെ ഫിറ്റ് ആൻഡ് ഫിനിഷിങ് ക്വാളിറ്റിയും കണ്ട് നമ്മൾ അന്തം വിട്ടുപോയി. ഇതിലെപ്പോഴും എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്. ഇത് ഡിമ്മ്, ബ്രൈറ്റ്, ഹെഡ്ലൈറ്റ്, ഹോണ് വലത്തെ സൈഡിനാണ് വണ്ടിയുടെ വരുന്നത്. പിന്നെ ഇത് വണ്ടിയുടെ ഒരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ്, സീറ്റിൻ്റെ അടിയിൽ സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് ഇല്ല. ഇത് എണ്ണ ഓണാക്കുന്ന ഓഫ് ആക്കുന്നതും ഇത് ചോക്കുമായിട്ടാണ് വണ്ടിയിൽ വരുന്നത്. വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം വണ്ടി എങ്ങനെയാണ് പരിപാലിച്ച് പോകുന്നതെന്ന്. വണ്ടിയുടെ ഓരോ പാർട്സും തുടച്ച് മിനുക്കിയാണ് പുള്ളിക്കാരൻ കൊണ്ട് നടക്കുന്നത്. ഫുള്ള് സ്റ്റോക്ക് കണ്ടീഷനാണ്. പെയിൻറ്റ് നമ്മൾ മാറ്റ് പെയിൻറ്റാണ് വണ്ടിയിൽ അടിച്ചേക്കുന്നത്. വണ്ടിയുടെ അണ്ടർ സീറ്റ് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് വണ്ടിയുടെ എൻജിൻ സൈഡ് തുറക്കുന്നതൊന്ന് കാണാം. ഇതാണ് വണ്ടിയുടെ എൻജിൻ വരുന്നത്. ഒരു 150 cc 2 സ്ട്രോക്ക് എൻജിനാണ്. അവിടെ എൻജിൻ്റെ സൈഡ് മൊത്തം പ്ലേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് വണ്ടി. ഈ വണ്ടിയുടെ ഓണർ നമ്മളെ കൂടെ തന്നെ ഉണ്ട്, ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പുള്ളിയുടെ പേര് അക്ഷയ് കുറ്റിച്ചിലെന്നാണ്. പുള്ളി VSSCയുടെ ട്രിവാൻഡ്രം മെമ്പറാണ് ഈ സ്കൂട്ടർ അസോസിയേഷനിൽ. പുള്ളി വണ്ടി സ്റ്റാർട്ടാക്കാൻ നമുക്കൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടിയുടെ എക്സോസ് നോട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എൻജിൻ കണ്ടീഷൻ അടിപൊളിയാണെന്ന്. ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളും കൂടി പറയാം. വണ്ടിയുടെ കിക്കർ വരുന്നത് എവിടെയാണ്? വണ്ടി എടുത്തപ്പോൾ തുടങ്ങാനുള്ളൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ പറഞ്ഞുതരാം. വണ്ടി നല്ല ടോർക്കിയാണ്. എന്നുവെച്ചാൽ 2 സ്ട്രോക്ക് എൻജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം വണ്ടിക്ക് കാണിക്കുന്നുണ്ട്. നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് ഈ ബ്രേക്കിൻ്റെതായിരുന്നു. ബ്രേക്ക് നമുക്ക് പരിചയമില്ലല്ലോ. നമ്മൾ ഈ കാലിൽ ചവിട്ടി ബ്രേക്ക് പിടിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത്. അതിൻ്റെ ചെറിയ അപാകതകളൊക്കെ ഉണ്ടായിരിക്കും. വണ്ടി എന്തായാലും നമുക്കൊന്ന് പറപ്പിച്ചൊന്ന് വിട്ടു നോക്കാം. വണ്ടിയുടെ എന്തായാലും ഈ ഗിയർ ഇടുന്ന സംഭവം എനിക്കിഷ്ടപ്പെട്ടു. കയ്യിൽ വന്നതുകൊണ്ട് എളുപ്പമുണ്ട്, കൺഫ്യൂഷനൊന്നുമില്ല. വണ്ടി ഇപ്പോഴും നല്ല കണ്ടീഷനാണ് കേട്ടോ. എൻജിൻ കണ്ടീഷനൊക്കെ എന്തായാലും കൊള്ളാം. വണ്ടി നല്ല സ്പീഡും കയറുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി 4th ഗിയറിലോട്ട് ഇട്ടു. റാക്കൊക്കെ ഒന്ന് ചവിട്ടി നോക്കി, കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. വണ്ടിയുടെ എൻജിൻ സൈഡിനോട്ട് നോക്കുമ്പോൾ ഒരു 150 cc വരുന്ന എൻജിനാണ് വണ്ടിക്ക് വരുന്നത്. അത് 2 സ്ട്രോക്കാണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 8 PS പവറാണ് വണ്ടിക്ക് കിട്ടുന്നത് ടോട്ടൽ. അത് പക്ഷേ 5500 RPM ഡെലിവർ ആവും. പിന്നെ 11 Nm ടോർക്ക് 3250 RPM. എന്ന് വെച്ചാൽ നമുക്ക് ലോ എൻഡ് ടർക്ക് നല്ല അടിപൊളിയായിട്ട് വണ്ടിയിൽ കിട്ടുന്നുണ്ട്. ഇപ്പോഴും ഇത് കണക്ക് പഴയ വണ്ടികളൊക്കെ എടുത്ത് ഇതേപോലെ പണിഞ്ഞ് അടിപൊളിയാക്കി കൊണ്ടു നടക്കുന്നവരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമുക്കും ഒരുപാട് ഇത് കണക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ഇത് കണക്കുള്ള വണ്ടികൾ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും. ഈ വണ്ടി സത്യത്തിൽ എനിക്കൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഓടിച്ചത്. എന്തായാലും 2 സ്ട്രോക്ക് ഒരു സ്കൂട്ടി ഓടിച്ച് പറ്റിയതിൽ വളരെ സന്തോഷം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. അങ്ങനെ ഒരു നോട്ട് ഇടാനും പഠിച്ചു. ഓക്കെ, ബൈ.